എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് പൈതൃകം യോഗ പഠന കേന്ദ്രം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പൈതൃകം യോഗവാരം സംഘടിപ്പിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ജൂൺ 18-ാം തീയതി മമ്മിയൂർ പൈതൃക മന്ദിരത്തിൽ വെച്ചിട്ടാണ് യോഗ തെറാപ്പി സൗജന്യമായിട്ടുള്ള പരിശീലനം ആരംഭിക്കുന്നത്. നാരായണാലയത്തിലെ സന്മയാനന്ദ സരസ്വതി സ്വാമിജിയാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ പൈതൃകം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു, സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം 20-ാം തീയതി സെയിം റിസർച്ച് സെൻറ്ററിൽ വെച്ചിട്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാവുന്ന സൂര്യ നമസ്കാരം ചലഞ്ച് സംഘടിപ്പിക്കുന്നു. 12 മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത്. അവിടെ യോഗ അസോസിയേഷൻ ഓഫ് തൃശ്ശൂരിൻ്റെ സെക്രട്ടറി പ്രശാന്തൻ മാഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. രാധാകൃഷ്ണൻ ഡോക്ടറുടെ മുഖ്യ സാന്നിധ്യം, മുഖ്യ പ്രഭാഷണം ഉണ്ടാവും. അതുപോലെ ചന്ദ്രൻ മാഷും പൈതൃകത്തിലെ ഭാരവാഹികളെല്ലാം പങ്കെടുക്കുന്ന ആ ചടങ്ങിലും എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ യോഗ ഡേ ആയ 21-ാം തീയതി തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചിട്ട് സൂര്യ നമസ്കാരം കോമ്പറ്റീഷനും എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് അവതരിപ്പിക്കുന്ന സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു മാസ് ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജിയുടെ സാന്നിധ്യത്തിൽ സ്വാമിജിയെ ആചാര്യവന്ദനത്തിനും പ്രണാമം അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടൊരു മെഗാ ഇവൻ്റ്, ഒരു 1 ഡേ പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലും എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം പ്രത്യേകം ക്ഷണിക്കുകയാണ്. അന്നേ ദിവസം കേശാദിപാദം യോഗ അവതരണം സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമാപന ദിനമായിട്ടുള്ള ജൂൺ 24-ാം തീയതി ഉച്ചവരെ രുക്മിണി റീജൻസിയിൽ കുട്ടികളുടെ യോഗാസന കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും അതെങ്ങനെയാണ് ചെയ്തതെന്ന്. അത്ര അധികം കുട്ടികളില്ലെങ്കിലും മറ്റുള്ള ദിവസങ്ങളിലെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് കൊണ്ട് 24-ാം തീയതി കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഉച്ചവരെ ആകുമ്പോഴേക്കും മത്സരങ്ങളൊക്കെ അവിടെ തീർത്തതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ദേവസ്വം ചെയർമാൻ്റെയും മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ, രാമനാരായണ അയ്യർ സ്വാമിജിയുടെയൊക്കെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്നു. അതുവരെ അവതരിപ്പിച്ചവർക്കുള്ള പ്രൈസുകൾ, അതുപോലെ മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ, യോഗ അധ്യാപകരെ ആദരിക്കൽ, പങ്കെടുപ്പിച്ച സ്കൂളുകൾക്കുള്ള ട്രോഫി വിതരണം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സമാപനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഓരോ വർഷവും നമ്മൾ ഓരോ അധ്യാപകരെ തിരഞ്ഞെടുത്തുകൊണ്ട് യോഗശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം ഉണ്ടാവാറുണ്ട്. പ്രാവശ്യം ചന്ദ്രൻ പി വേലായുധൻ മാഷിനാണ് നമ്മളത് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൈതൃകം യോഗ പഠന കേന്ദ്രത്തിലെ യോഗ മാസ്റ്ററായിട്ടുള്ള ശ്രീ പ്രമോദ് കൃഷ്ണ രചിച്ച പുസ്തകത്തിൻ്റെ 2-ാം പതിപ്പ് പ്രകാശന കർമ്മവും നടക്കുന്നുണ്ട്. ആദ്യ പതിപ്പ് ബ്രഹ്മക്കുളം കർഷക ഗ്രന്ഥാലയത്തിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ 2-ാം പതിപ്പ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇത്തരം പരിപാടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായാണ് ഈ വർഷം യോഗാദിനം പൈതൃകം ഗുരുവായൂർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിലെല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.